ദൈവ തിരുനാമത്തിലെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകം 17-ാം അധ്യായം. 16-ാം അധ്യായത്തിൽ എബ്രഹീമിൻ്റെ ഓഹരിയെക്കുറിച്ച് പറയുന്നു. ജോസഫിൻ്റെ മകൻ, ഇവിടെ ജോസഫിൻ്റെ മൂത്ത മകൻ മനശ്ശയുടെ ഓഹരിയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. മനശ്ശയുടെ പാതി ഗോത്രത്തിന് കനാനിൽ വരുന്നതിന് മുമ്പ് ജോർദാന് കിഴക്ക് വശം അവർക്ക് അവകാശം ഇത് കൊടുത്തിരുന്നു. ബാക്കി പാതി ഗോത്രത്തിനാണ് ഇവിടെ അവകാശം ഇവിടെ നൽകുന്നത്. എന്നാൽ മനശ്ശയുടെ കൊച്ചുമകൻ സെലോഫേഗാദ് എന്ന് പറയുന്ന ആളിന് ആൺമക്കളില്ലായിരുന്നു. അപ്പം ഇതിൽ മറ്റെല്ലാവർക്കും ആൺമക്കളുണ്ട്. ഇവർക്ക് 5 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പെൺമക്കൾ വന്ന് യോശുവയോടും അന്ന് പുരോഹിതനായിരുന്ന ഏലിയാസാനോടും പറയുന്നു, മോശയുടെ യഹോവയായ ദൈവം മോശ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് അവകാശം കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്കും അവകാശം ലഭിക്കണം. അപ്പോൾ അതനുസരിച്ച് യോശുവ ആ പെൺമക്കൾക്കും അവകാശം അവിടെ നൽകുകയാണ്. പഴയ നിയമകാലത്ത് സഭയിലെ അംഗത്വം വാസ്തവത്തിൽ പുരുഷനാണ്. പരിച്ഛേദന എന്ന കർമ്മം കൊടുത്തതും പുരുഷന് വേണ്ടി മാത്രമായിരുന്നു. ആൺപ്രജയെല്ലാം പരിച്ഛേദന ഏൽക്കണം. സ്ത്രീ പുരുഷനോട് സംയോജിക്കുമ്പോൾ അവളും അവകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു. വിവാഹത്താൽ സംയോജിക്കപ്പെടുമ്പോൾ ഭാഗമായി മാറുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പൊതുവെ ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ ഒരു പുരുഷ മേധാവിത്വം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം. പക്ഷേ പുതിയ നിയമത്തിൽ സഭയിൽ സ്ത്രീ പുരുഷൻ വ്യത്യാസമില്ല. എല്ലാവർക്കും സഭയിൽ അംഗത്വവും എല്ലാവർക്കും സഭയിൽ അവകാശവും ഉണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അതിൽ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ ഉള്ള വ്യത്യാസമില്ല, അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഉള്ള വ്യത്യാസമില്ല, ധനവാനെന്നോ ദരിദ്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഇവിടെ ആർക്കും മേധാവിത്വം കൂടുതലില്ല. സഭയിൽ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അവിടെ സാമ്പത്തികമുള്ളവനും സാമ്പത്തികമില്ലാത്തവനും, അറിവുള്ളവനും അറിവ് കുറഞ്ഞവനും, സ്ത്രീയും പുരുഷനും എല്ലാം ക്രിസ്തുവിലൊന്നാണ്. ആ സമത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ വലിയ അനുഭവമാണ് ആ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നാപകയോഹന്നാൻ പറഞ്ഞു, കർത്താവിൻ്റെ വരവ് എങ്ങനെ എപ്പോഴാണ് സാധ്യമാവുക? എല്ലാ മലയും താഴണം, എല്ലാ താഴ്വരയും നികന്നു വരണം, വളഞ്ഞതും ദുർഘടമായതൊക്കെ നേരെയാകണം, ഉയർന്നത് താഴ്ന്നത്, ഉയർന്ന മല താഴ്ന്നാൽ താഴ്ന്ന താഴ്വര ഉയർന്നാൽ നിരപ്പിൻ്റെ അനുഭവമാണ്, അല്ലെങ്കിൽ സമതലമായിട്ടത് മാറും. അപ്പോഴാണ് കർത്താവിൻ്റെ വരവ് സംഭവിക്കുക. അപ്പോൾ സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണുമെന്ന് സ്നാപകയോഹന്നാൻ വിളിച്ചു പറഞ്ഞു. അത് യോഹന്നാൻ വരുന്നതിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ അത് പ്രവചിച്ചു പറയുകയും സ്നാപകയോഹന്നാൻ എടുത്തു പറയുകയും ചെയ്തു. അപ്പോൾ സമത്വവും സാഹോദര്യവും എവിടെയുണ്ടോ അവിടെയാണ് ദൈവ സാമീപ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ജോഷുവ അവരോട് ചേർന്ന് ഈ പെൺമക്കൾക്കും അവിടെ അവകാശം കൊടുക്കുന്നു. അപ്പം അങ്ങനെ ജോർദാൻ അക്കരെ ബാശാൻ ഗിലിയാദ് കൂടാതെ 10 ഓഹരി അവർക്കവിടെ ലഭിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ജോസഫിൻ്റെ 2 ഗോത്രത്തിലുള്ള മക്കളെല്ലാം വന്ന് ജോഷുവയോടും വന്ന് പരാതി പറയുന്നുണ്ട്, ഞങ്ങൾ ജനസംഖ്യ കൂടുതലാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അനേകായിരമായിട്ട് ലക്ഷക്കണക്കിന് അവർ കൊണ്ട് വർദ്ധിച്ചു. അപ്പോൾ മറ്റുള്ളവർ കൊടുത്ത അതേ ഓഹരി തന്നെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമാണ്. അപ്പോൾ യോശുവ അവരോട് പറയുന്നു, കനാനിൽ പാർക്കുന്ന വനപ്രദേശങ്ങളുണ്ട്, മലമ്പ്രദേശങ്ങളുണ്ട്, നിങ്ങൾ അത് തെളിച്ച് എടുത്തുകൊള്ളുക. കനാന്യർക്ക് ഇരുമ്പ് രഥങ്ങളുണ്ട്, അവർ ശക്തന്മാരുമാണ്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ അവരെ അവിടുന്ന് ഓടിച്ചു കളയുവാൻ
അവരെ തുരത്തിക്കളയാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നിട്ട് ആ പ്രദേശം മുഴുവൻ എടുത്തുകൊള്ളുവാൻ യോശുവ അവരോട് ഇവിടെ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, പിശാച് എത്ര ശക്തനായിരുന്നാലും നമുക്ക് വിശ്വാസവും അതോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏത് വലിയ ശക്തിമാനായ പിശാചിനെയും നമുക്ക് തുരത്താൻ സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മളതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ വിശ്വാസവും പ്രവൃത്തിയും കൂടെ ഒന്നിച്ചു ചേർന്നാൽ ഇരുമ്പ് രഥങ്ങളുള്ള കനാന്യരെ ഇവർക്ക് ഓടിക്കുവാൻ സാധിക്കുന്നത് പോലെ ശക്തന്മാരായിരിക്കുന്ന പൈശാചിക ശക്തികളെയും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും. അതിന് നമ്മൾ മനസ്സ് വെക്കണം. ദൈവത്തോടൊപ്പം നമ്മളായിരിക്കണം. ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമെങ്കിൽ ആ പിശാചിനെ നമുക്ക് തോൽപ്പിക്കുവാൻ സാധിക്കും. നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും നോമ്പും ഉപവാസവും ഒക്കെ അതിനു വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ടുപോകുകയില്ല, പൈശാചിക ശക്തികളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുകയില്ല. ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ, ഉപവാസത്തിൻ്റേതായ ദിവസങ്ങളൊക്കെയും പ്രാർത്ഥനയുടെ ശക്തിയാൽ, വിശ്വാസത്തിൻ്റെ ശക്തിയാൽ പൈശാചികമായ എല്ലാ പ്രകോപനങ്ങളെയും അതിജീവിക്കാൻ നമുക്കിടയാകട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.